പ്രണയാഗ്നി ആൻ ഇറ്റേണൽ ലവ് ഭാഗം 47. ആശുപത്രിയിൽ ഡോക്ടറെ കാണാനായി അപ്പോയിൻമെൻ്റ് എടുക്കാത്തത് കൊണ്ട് തന്നെ അപ്പോയിൻമെൻ്റ് എടുത്ത് എല്ലാവരും കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് കയറാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം അവിടെ കാത്തിരിക്കേണ്ടി വന്നു. മഹിയാണെങ്കിൽ ആശുപത്രിയിലെത്തിയപ്പോൾ മുതൽ ഒന്നും സംസാരിക്കുന്നില്ല. ആകെ വല്ലാത്ത ഗൗരവത്തിലാണ്. ആളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ അവന് പേടിയുണ്ട്. അവൻ്റെ ഓർമ്മയിലേക്ക് അന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വന്നു. ഡോക്ടറുടെ ക്യാബിനിൽ ഇരിക്കുകയാണ് ദേവൻ. ഡോക്ടറിൻ്റെ മുഖഭാവം വർണ്ണിക്കാനാവുന്നില്ല. കയ്യിലിരിക്കുന്ന ഫയൽ കാര്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. ഡോക്ടറുടെ മുഖത്ത് തികഞ്ഞ ഗൗരവമാണ്. അത് കണ്ടതും മഹിയുടെ ഉള്ളിൽ എന്തിനോ ഭയം ഉണർന്നു. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 2 വർഷം കഴിഞ്ഞു. ഡോക്ടറുടെ പരുക്കമായ ശബ്ദത്തിലുള്ള സ്വരത്തിൽ മഹിയുടെ ശബ്ദം താഴ്ന്നുപോയി. കുട്ടികൾ? ഇല്ല. അതെന്താ, വേണ്ടെന്ന് വെച്ചിരിക്കുകയാണോ? ദുർഗ പഠിക്കുവാണല്ലോ, അത് കഴിഞ്ഞിട്ട് മതിയെന്ന് അവന് പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ദേവദുർഗ ഇപ്പോൾ എന്ത് പഠിക്കുകയാണ്? അവളിപ്പോൾ BCom സെക്കൻഡ് ഇയർ ആണ്. ദേവദുർഗയ്ക്ക് 22 വയസ്സില്ലേ? പിന്നെന്താ ഇപ്പോൾ BCom ചെയ്യാൻ കാരണം? അത് ചില ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻ എങ്ങനെയാണ്? ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വൈ? രണ്ടുപേരും ഒരുപോലെ പ്രിപ്പയർഡ് ആയിട്ട് മതി എന്ന് കരുതി അവൻ മറുപടി കൊടുത്തു. ഓക്കെ മിസ്റ്റർ മഹാദേവൻ, ആൻഡ് ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ എം ഇൻ്റർഫിയറിംഗ് ഇൻ യുവർ പേഴ്സണൽ ലൈഫ്. ഐ ഹാവ് ടു ആസ്ക് യു സംതിങ് സീരിയസ് അബൌട്ട് ദേവദുർഗ. ഡോക്ടറുടെ ശബ്ദത്തിൽ ഗൗരവത്തിന് പുറമെ വീണ്ടും ഗൗരവമായി. യാ ഷുവർ ഡോക്ടർ, ചോദിച്ചോളൂ. വാസ് ഷീ എ റേപ്പ് വിക്ടിം? നോ, മഹി ഞെട്ടലോടെ പറഞ്ഞു പോയി. ഹേയ് റിലാക്സ്, ഞാൻ ടെമ്പർ ആവാൻ വേണ്ടി ചോദിച്ചതല്ല. സ്കാൻ ചെയ്ത റിപ്പോർട്ടിൽ ആ കുട്ടിയുടെ യൂട്രസിൽ കുറച്ച് പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട്. അതൊന്നില്ലെങ്കിൽ കൂടുതലായി സെക്ഷുവലി ഏർപ്പെടുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ റേപ്പ് പോലെ എന്തെങ്കിലും സംഭവിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പോലെ സംഭവിച്ചിട്ടുണ്ടോ? മഹി ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. വിവാഹത്തിന് മുന്നേ തന്നെ അവൾക്ക് ഇങ്ങനെയൊരു ആക്സിഡൻറ്റ് സംഭവിച്ച കാര്യം അവളുടെ അമ്മ തന്നെ തുറന്നു പറഞ്ഞതാണ്. അതുകൊണ്ട് മഹി ഉള്ള കാര്യം ഡോക്ടറോടും പറഞ്ഞു. ഓ ഐ സീ, അപ്പോൾ അതുതന്നെ ആയിരിക്കും റീസൺ. അതൊരു പക്ഷേ അന്നറിഞ്ഞില്ലായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂട്രസിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് കരുതി ഒരിക്കലും ഇത് മാറാത്തൊരു പ്രശ്നമാണ് എന്നല്ല. പ്രോപ്പറായിട്ട് മെഡിസിനൊക്കെ എടുത്താൽ വിത്തിൻ 3 months തന്നെ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ഡോക്ടർ പ്രതീക്ഷയോടെ പറഞ്ഞതും തെളിമയില്ലാത്തൊരു പുഞ്ചിരിയിൽ മറുപടി ഒതുക്കി മഹി. 3 മാസം ഫിസിക്കൽ റിലേഷൻ വേണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതും പ്രോപ്പറായിട്ട് ചെയ്യുക. പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് എന്തായാലും വന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്യണം. മെഡിസിൻ കറക്റ്റായിട്ട് എടുക്കണം. ന്യൂട്രീഷനും പ്രോട്ടീനും ഒക്കെ അടങ്ങുന്ന ഫുഡ് കഴിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഐ ഹോപ്പ് 90% വിൽ ബി ഓൾ റൈറ്റ് ഫോർ ഹെർ. ഡോക്ടർ അവൻ്റെ മുഖം കണ്ടിട്ടാണോ എന്നറിയില്ല, വീണ്ടും അത് തന്നെ ഊന്നി പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം മങ്ങിയ മുഖത്തോടെ തന്നെയാണ് അവൻ പുറത്തേക്കിറങ്ങിയത്. ആ ഓർമ്മയിൽ തന്നെ മഹിയുടെ മുഖം വീണ്ടും തെളിമ നഷ്ടപ്പെട്ടതുപോലെയായി. തൻ്റെ ഒരു നേരത്തെ പാകപ്പിഴ കൊണ്ട് അവൾക്കെന്തെങ്കിലും പറ്റുമോ എന്ന ചിന്തയായിരുന്നു അവനിൽ. അവളോട് പുഞ്ചിരിയോടെ തന്നെ വർത്താനം പറയുന്നുണ്ട് എങ്കിലും അവൻ്റെ മനസ്സിൽ ഈയൊരു കാര്യം തന്നെയായിരുന്നു ചിന്ത. ഒടുവിൽ ഏറ്റവും അവസാനമാണ് മഹിയൊക്കെ ഡോക്ടറെ കാണാൻ കയറിയത്. മഹാദേവൻ, ദേവദുർഗ അല്ലേ? ഡോക്ടർ 2 പേരെയും കണ്ടതും ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. 2 പേരും അതേ എന്ന രീതിയിൽ തലയാട്ടി. ഇപ്പോൾ ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ദേവദുർഗയ്ക്ക്? ഐ മീൻ പീരീഡ്സ് ഒക്കെ കറക്റ്റായിട്ടാണോ വരുന്നത്? ഡോക്ടർ കാര്യം തിരക്കി. ഗൗരവത്തിലാണ് ചോദിച്ചത്. അതൊക്കെ ക്ലിയർ ആയതുകൊണ്ട് തന്നെ അവൾ തലയാട്ടി. പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലേ? സ്കാനിംഗ് റിപ്പോർട്ടിലേക്കൊന്ന് കണ്ണോടിച്ചുകൊണ്ട് അവർ തിരക്കി. അതിന് 2 പേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. പരസ്പരം മുഖത്തോട് മുഖം നോക്കി. 2 പേരുടെയും അനക്കമൊന്നും ഇല്ലാതെ വന്നതും ഡോക്ടർ അവരെ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ഫുഡൊക്കെ കറക്റ്റായിട്ട് ഡയറ്റ് ചാർട്ട് അനുസരിച്ചാണോ കഴിച്ചത്? അതിന് 2 പേരും തലയാട്ടി. മെഡിസിനൊക്കെ പ്രോപ്പറായിട്ട് കഴിച്ചോ? അതിനും തലയാട്ടി. പിന്നെ ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവില്ലല്ലോ, 2 വർഷമായിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇപ്പോഴും ഉണ്ടാവില്ലല്ലോ? ഡോക്ടർ ചോദിച്ചതും 2 പേരും മുഖം കുനിച്ചു കളഞ്ഞു. മഹിയാണെങ്കിൽ വളിച്ച മുഖത്തോടെ ഡോക്ടറെ നോക്കി ചിരിച്ചുപോയി. ഡോക്ടർ 2 പേരെയും ഗൗരവത്തിൽ നോക്കി. അപ്പോൾ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായി അല്ലേ? മഹി തെറ്റ് ചെയ്ത കുട്ടിയെ പോലെ തലയാട്ടി. 3 മാസം കഴിഞ്ഞ് ചെക്കപ്പ് കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞല്ലേ ഞാനന്ന് വിട്ടത്? അത് ചോദിച്ചതും 2 പേരും ഒന്നും മിണ്ടിയില്ല, വെറുതെ തലയാട്ടി. സ്കാനിംഗ് റിപ്പോർട്ടൊന്ന് നോക്കട്ടെ ഞാൻ, ബാക്കി എന്നിട്ട് പറയാം. ഡോക്ടർ ഗൗരവത്തിൽ പറഞ്ഞ് റിപ്പോർട്ടിലേക്ക് കണ്ണു നട്ടു. മഹിയാണെങ്കിൽ ആകെ പേടിച്ചാണ് ഡോക്ടറെ നോക്കിയിരിക്കുന്നത്. അവൻ്റെ മുഖം ആകെ വല്ലാതെ ആവുന്നത് കണ്ടതും അവൾ അവൻ്റെ കയ്യിലേക്ക് കൈ ചേർത്ത് പിടിച്ചു. അവൻ അവളെ നോക്കിയതും അവൾ ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണടച്ച് കാണിച്ചു. കുഴപ്പമൊന്നും കാണുന്നില്ല, ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഗൗരവത്തിൽ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. അത് കേട്ടതും മഹിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു.
പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം. ഫുഡൊക്കെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ ആകണം. ഡോക്ടർ വീണ്ടും ഗൗരവത്തിൽ പറഞ്ഞതും മഹിയും ദേവുവും തലയാട്ടി. ഓക്കെ, അപ്പോൾ മെഡിസിൻ ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കോളൂ. ഡോക്ടർ റിപ്പോർട്ട് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. താങ്ക് യു ഡോക്ടർ. അത് പറഞ്ഞ് ദേവു കസേരയിൽ നിന്ന് എഴുന്നേറ്റു. പക്ഷേ മഹി അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മഹി ചോദിച്ചതും ദേവു കൈ തലയിൽ വെച്ച് പോയി. ഡോക്ടറെ അവൾ ചുവന്നു പോയ മുഖത്തോടെ നോക്കി. അവൻ്റെ ചോദ്യം കേട്ടതും ഡോക്ടർക്ക് പോലും ചെറുതായി ചിരി വന്നു പോയി. കുഴപ്പമൊന്നുമില്ല, മെഡിസിനൊക്കെ നന്നായിട്ട് കഴിച്ച് ഫുഡൊക്കെ ബാലൻസ്ഡ് ആണെങ്കിൽ യു ക്യാൻ ഹാവ് ഇൻ്റർകോഴ്സ്. ഡോക്ടർ അവനോട് ചിരിയോടെ തന്നെ പറഞ്ഞു. താങ്ക് യു ഡോക്ടർ. ഇത്ര നേരം ഉണ്ടായിരുന്ന മ്ലാനത നിറഞ്ഞ മുഖമൊക്കെ മാറി ഇപ്പോൾ അവൻ്റെ മുഖം ആകെ തെളിഞ്ഞു. ഡോക്ടറോട് ആവേശത്തോടെ നന്ദി പറഞ്ഞ് അവൻ ഡോക്ടറുടെ ക്യാബിനിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങിയതും ദേവു അവൻ്റെ കൈത്തണ്ടയിൽ ഒന്ന് നഖം അമർത്തി. ഹൂ, എന്താടി? മഹി ഒച്ചയെടുത്തു. ഡോക്ടറോട് അങ്ങനെയൊക്കെ ചോദിക്കാൻ നാണമില്ലേ മഹിയേട്ടാ നിങ്ങൾക്ക്? അവൾ മുഖം കൂർപ്പിച്ചു. പിന്നെ ഞാനെന്തിനാ നാണിക്കുന്നത്? ഇതൊക്കെ ചോദിച്ചറിയണം, ഇല്ലെങ്കിൽ പ്രശ്നമാകും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, കുറച്ചു നേരത്തേക്കാണെങ്കിലും ഞാൻ വല്ലാതെ ടെൻഷൻ അടിച്ചു. ഇനി എന്തായാലും അതൊന്നും ഉണ്ടാവില്ലല്ലോ. കംപ്ലീറ്റ് ലൈസൻസ് അല്ലേ കിട്ടിയിരിക്കുന്നത്. മഹി അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ആവേശത്തോടെ പറഞ്ഞു. ദേവു ഒന്ന് ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ കയ്യിൽ തൂങ്ങി. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം വൈകിയത് കൊണ്ട് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് പോയത്. അവിടെ എത്തിയപ്പോൾ അപ്പച്ചി ആദ്യം തന്നെ വിശേഷമൊക്കെ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ലെന്നറിഞ്ഞതും അപ്പച്ചിക്കും സമാധാനമായി. രാത്രി അടുക്കളയൊക്കെ ഒതുക്കി നിൽക്കുന്ന സമയത്ത് ദേവുവിൻ്റെ ചിന്തയിൽ നിറഞ്ഞു നിന്നത് അവനെക്കുറിച്ചായിരുന്നു. ഇന്ന് ഡോക്ടർ ഫിസിക്കൽ റിലേഷൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞതിന് ശേഷം അവൻ അവളെ ആകെ വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട്. ലേറ്റായി വന്നതുകൊണ്ട് തന്നെ ഇന്ന് അവൻ ഫിനാൻസിലേക്കും സൂപ്പർ മാർക്കറ്റിലേക്കും ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പച്ചി കാണാതെ ഇടയ്ക്ക് ചുണ്ടുകൂർപ്പിച്ച് ഉമ്മ കൊടുത്തും ഇടയ്ക്ക് അവൾക്ക് ഫ്ലൈയിങ് കിസ് കൊടുത്തുമൊക്കെ അവൻ അവളെ കളിയാക്കി. ഇന്നെന്തായാലും അവൻ പറഞ്ഞതുപോലെ ഡോക്ടറുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് ലൈസൻസ് കിട്ടിയതുകൊണ്ട് തന്നെ അവൻ്റെ പെരുമാറ്റം എന്താകുമെന്ന് അവൾക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മഹി ആദ്യം തന്നെ മുറിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അടുക്കളയിൽ എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ദേവു പമ്മിയാണ് മുറിയിലേക്ക് എത്തിയത്. ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ കട്ടിലിലേക്ക് കയറി കിടക്കാൻ ഒരുങ്ങിയതും ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തിയിരുന്നു. എൻ്റെ ദുർഗ ഹാപ്പിയാണോ? അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു. അതിന് മറുപടി പറയാതെ അവൾ അവൻ്റെ നെഞ്ചിലൊന്ന് അമർത്തി ചുംബിച്ചു. ഡോക്ടർ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. നന്നായിട്ട് ഫുഡ് കഴിക്കണം, മെഡിസിൻ എടുക്കണം. അവൻ പറഞ്ഞതും അവൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് തലയാട്ടി. പിന്നെന്താ, ഡോക്ടർ വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, അത് ഓർമ്മയുണ്ടോ? അവൻ അവളുടെ ബനിയനൊന്ന് പൊക്കിക്കൊണ്ട് ഇടുപ്പിലൂടെ ഒന്ന് വിരലോടിച്ചു. അവൾ അവനിൽ നിന്ന് നീങ്ങി അവനെതിരായി തിരിഞ്ഞു കിടന്നു. അവൾ നീങ്ങിയതിനനുസരിച്ച് അവനും അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി. വേണ്ടെന്ന് പറയുമോ നീ? അവൻ അവളുടെ കഴുത്തിടുക്കിലൊന്ന് നുണഞ്ഞുകൊണ്ട് ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടതും അവൾ അവൻ്റെ നേർക്ക് തിരിഞ്ഞു കിടന്നു. അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ചു. പറയടി, വേണ്ടെന്ന് പറയുമോ നീ? അത് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ മൂക്കിൽ അവൻ്റെ മൂക്ക് കൊണ്ടൊന്ന് ഉരസി. കുണുങ്ങി ചിരിച്ചുകൊണ്ട് അവൾ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. അതുമാത്രം മതിയായിരുന്നു അവന്. അവളുമായി അവൻ കട്ടിലിൽ ഒന്ന് ഉരുണ്ടു. അവൾ കീഴിലും അവൻ മുകളിലുമായി വന്നു. പരൽമീൻ കണക്കെ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ അവളുടെ അധരങ്ങളിലേക്ക് അവൻ്റെ അധരങ്ങൾ ചേർത്ത് വെച്ചു. ചുറ്റിനും പരതിക്കൊണ്ടിരുന്ന അവളുടെ മിഴികൾ ആലസ്യത്തോടെ കൂമ്പിയടഞ്ഞു പോയി. ചുംബനങ്ങൾ പതിയെ പതിയെ അധരത്തിൽ നിന്ന് വഴിമാറി ഒഴുകി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ദേഹത്തും അവളുടെ ചുണ്ടുകൾ അവൻ്റെ ദേഹത്തും എന്തോ പരിധി നടന്നു. ദുർഗേ എന്നുള്ള അവൻ്റെ വിളികൾ ആ മുറിയിൽ അലയടിച്ചു. ഏതോ ഒരു നിമിഷത്തിൽ അവൻ്റെ ശബ്ദത്തേക്കാൾ മുകളിൽ അവളുടെ ശബ്ദം ഉയർന്നു കേൾക്കാൻ തുടങ്ങി. മഹിയേട്ടാ എന്ന് വിളിച്ചുകൊണ്ടുള്ള അവളുടെ അർത്ഥനാദങ്ങൾ മുറിയുടെ 4 ചുവരുകളിൽ അലയടിച്ചു. രണ്ടുപേരുടെയും ഉടയാടകൾ അഴിഞ്ഞു വീണു. നിശ്വാസങ്ങൾ ഒന്നായി ഒഴുകി. ശ്വാസനിശ്വാസങ്ങൾ മാത്രം ആ മുറിയിൽ നിറഞ്ഞു നിന്നു. ഒടുവിൽ ഏതോ നിമിഷത്തിൽ 2 ശരീരങ്ങളും ഒന്നായി മാറിയിരുന്നു. ഒന്നല്ല, ഒരുപാട് തവണ രണ്ടുപേരും ഒന്നായി തീർന്നു. അവനിലുള്ള പ്രണയം മുഴുവൻ അവളിലേക്ക് ചുരിഞ്ഞു കഴിഞ്ഞ് രണ്ടുപേരും കിടക്കുമ്പോൾ സമയം വെളുപ്പിനെപ്പോഴോ ആയിട്ടുണ്ടായിരുന്നു. ദുർഗേ, എഴുന്നേൽക്ക്, സമയം ഉച്ചയ്ക്ക് 1:30 മഹി അവളെ വിളിച്ചുണർത്തി. രണ്ടുപേരും ഉണർന്നിട്ടില്ല. രണ്ടുപേരും ഇപ്പോഴും ഒരു പുതപ്പിനടിയിൽ നഗ്നരായി പുതച്ചുറങ്ങുകയാണ്. രാവിലെ ഏകദേശം 10 മണിയൊക്കെ ആയപ്പോഴേക്കും അപ്പച്ചി വന്ന് വിളിച്ചുവെങ്കിലും ഉറക്കമാണെന്ന് പറഞ്ഞതും അപ്പച്ചി തിരികെ പോയിരുന്നു. അപ്പച്ചി ഇപ്പോൾ ജോലിക്ക് പോയി കാണും. മുറിയിലേക്ക് സൂര്യൻ്റെ പ്രകാശം അടിച്ചു കയറി. അത് കണ്ണിൽ വന്ന് പതിച്ചപ്പോഴാണ് മഹി കണ്ണുകൾ വെട്ടിത്തുറന്നത്. കണ്ണിലേക്ക് നേരിട്ട് വന്ന് പതിക്കുന്ന സൂര്യപ്രകാശം അവൻ്റെ ഉറക്കത്തെ അലോസരപ്പെടുത്തി. ആ നിമിഷമാണ് അവൻ ഉറക്കമുണരുന്നത്. സൈഡിലെ ടേബിളിൽ ഇരുന്നിരുന്ന ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് സമയം 1:32. വേഗം തന്നെ അരികിൽ കിടന്നിരുന്ന ഷോർട്സ് എടുത്തവൻ എടുത്തു. അവളുടെ കിടപ്പ് കണ്ട് വിളിക്കാൻ തോന്നിയില്ല എങ്കിലും സമയം ഇത്രയും വൈകിയത് കൊണ്ട് തന്നെ രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടില്ലെന്ന ചിന്തയിൽ അവൻ അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. കുറച്ച് സമയം കൂടി ഉറങ്ങട്ടെ മഹിയേട്ടാ. തുടരും.
അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.